Hi everybody, welcome back to another class of Administrative Law. Administrative Lawയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ചാണ്. എന്താണ് നാച്ചുറൽ ജസ്റ്റിസ്? നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ആവിർഭവിച്ചിരിക്കുന്നത് ജസ്റ്റ് നാച്ചുറൽ എന്നുള്ള റോമൻ ലോയിലെ ഒരു വേർഡിൽ നിന്നാണ്. സോ ദ ടേം നാച്ചുറൽ ജസ്റ്റിസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ജസ്റ്റ് നാച്ചുറൽ ഓഫ് റോമൻ ലോ. നാച്ചുറൽ ജസ്റ്റിസ് ഇസ് ദ ലോ ഓഫ് ദ നേച്ചർ. നേച്ചറിൻ്റെ ലോയാണ് അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമത്തിനെയാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഒരു പ്രകൃതി നിയമം ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഡിറൈവ്ഡ് ഫ്രം എനി സ്റ്റാറ്റ്യൂട്ട് ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ സ്റ്റാറ്റ്യൂട്ടിൽ നിന്നോ ഒന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല നാച്ചുറൽ ജസ്റ്റിസ്. അത് ലോ ഓഫ് ദി നേച്ചറാണ്. So, it is also known as universal justice or substantial justice. Universal justice, substantial justice എന്നൊക്കെ ഈ നാച്ചുറൽ ജസ്റ്റിസ് അറിയപ്പെടുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നാച്ചുറൽ ജസ്റ്റിസ് എന്നത് സെൻസ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. തെറ്റെന്താണ് ശരി എന്താണ് എന്നുള്ള സെൻസിനെയാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. Natural justice means the sense of just and unjust, or it is a sense of what is right and what is wrong. And the principles of natural justice expresses the close relationship between the common law and moral principles. Yes, English lawയ്ക്ക് common lawയ്ക്ക് moral principlesമായിട്ട് മൊറാലിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്സിനെ കാണിക്കുന്ന ഒന്നാണ് എന്ത് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് അവ ഫിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുമില്ല. സോ ദേ ആർ നോട്ട് ഫിക്സ്ഡ്, ദേ ആർ നോട്ട് കോഡിഫൈഡ്. നാച്ചുറൽ ജസ്റ്റിസ് ഈസ് നോട്ട് എ ജഡ്ജ്മെയ്ഡ് ലോ. ഒരു ജഡ്ജ്മെയ്ഡ് ലോ അല്ല നാച്ചുറൽ ജസ്റ്റിസ്. പിന്നെയോ ചില പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ്സ് ആണ് നാച്ചുറൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രൊസീജിയറൽ റിക്വയർമെൻറ്റ് ഓഫ് ഫെയർനെസ്. Natural justice is a procedural concept and doesn't impose any substantive restrictions on the decision making body. ഡിസിഷൻ മേക്കിംഗ് ബോഡിയിൽ ഒരു തരത്തിലുള്ള സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള അടിസ്ഥാനപരമായ റെസ്ട്രിക്ഷനും കൊടുക്കാതെ ആ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഫോളോ ചെയ്യേണ്ട ചില പ്രൊസീജിയറൽ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നാച്ചുറൽ ജസ്റ്റിസ് ഉൾക്കൊള്ളുന്നത്. സോ പുരാതന കാലം മുതൽ ഫെയർ ജസ്റ്റിസ് റെൻഡർ ചെയ്യുന്നതിന്, ഫെയർ ജസ്റ്റിസ് നൽകുന്നതിൽ ദ കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്ലേ ചെയ്തിട്ടുള്ള റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നത് കോഡിഫൈഡ് അല്ല, ഒരു കോഡിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുപോലെ ദേ ആർ നോട്ട് ഫിക്സ്ഡ്, ഇത് നമ്മൾ പഠിച്ചതാണ്. ബട്ട് യെറ്റ് ദേ ആർ ഫോളോഡ്. അവ ഫോളോ ചെയ്യപ്പെടുകയാണ്. ഫ്രം ടൈം ടു ടൈം ഫോളോ ചെയ്തു വന്നിട്ടുള്ള ചില പ്രൊസീജിയറൽ റിക്വയർമെൻ്റ് ആണ് നാച്ചുറൽ ജസ്റ്റിസ്. എന്തുകൊണ്ടാണ് ഇവ ഫോളോ ചെയ്യപ്പെട്ടത്? അതുതന്നെയാണ് അവയുടെ ഇമ്പോർട്ടൻസ്. ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആർ ഫോളോഡ് ഇൻ ഓർഡർ ടു എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്. ഒരു കേസിലെ പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും അവരുടെ ഭാഗം കേൾക്കുവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകുവാൻ വേണ്ടിയിട്ട്, അതുപോലെ കൺസെപ്റ്റ് ഓഫ് ഫെയർനെസ് എൻഷുർ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നതിൽ ഒന്ന് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. സോ ഇൻ ഓർഡർ ടു എൻഷുർ ദ ബേസിക് ഫീച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇൻ ഓർഡർ ടു സെക്യൂർ ജസ്റ്റിസ്, ഫെയർ ജസ്റ്റിസ് സെക്യൂർ ചെയ്യുക, അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് ദ മിസ്കാരിയേജ് ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസിൻ്റെ നഷ്ടപ്പെടൽ ഒഴിവാകുന്നതിന് എല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഫോളോ ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. നൗ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസിന് മെയിനായിട്ടും രണ്ട് പ്രിൻസിപ്പിളാണുള്ളത്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ബയസ്, രണ്ട് ഓഡി അൾട്രാം പാറ്റേം അല്ലെങ്കിൽ റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ്. ഇത് രണ്ടുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം.